കാണുന്ന എല്ലാ സ്ഥലത്തും കൊണ്ടുപോയി ചിലവഴിക്കാൻ. മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ വരെ ജ്യോത്സ്യന്മാരെ സമീപിക്കുന്നവർ ഇപ്പോഴുമുണ്ട്. എത്ര ആളുകളറിയാം? ഈ അടുത്തിടെ ഒരാൾ അയാളുടെ കടയ്ക്ക് നോക്കാൻ വേണ്ടി നോക്കുമ്പോൾ വലിയൊരു സ്വാമിയെ കൊണ്ടുവന്നിരുന്നു. എന്നിട്ട് കടയ്ക്ക് പ്രശ്നം വല്ലതും ഉണ്ടോ എന്ന് നോക്കുക. അത് തന്നെ ഏറ്റവും വലിയ പ്രശ്നമായത്. അള്ളാഹു നമ്മളൊക്കെ ആക്കട്ടെ. വേറെ പ്രശ്നത്തിനൊന്നും ഇനി പോകണ്ട. ഈ കൊണ്ടുവന്നത് തന്നെ ഏറ്റവും വലിയ പ്രശ്നമായി നിൻ്റെ ദീനിൽ. അള്ളാഹു നമ്മളൊക്കെ ആക്കട്ടെ. ഒന്ന് പ്രശ്നമുണ്ടോ എന്ന് നോക്കിയേക്കുന്നു. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ അതാ കാഹിന, ആരെങ്കിലും ഒരു ജ്യോത്സ്യനെ സമീപിക്കുകയും ഫസദ്ദഖഹു ബിമാ യഖൂലു, ആ ജ്യോത്സ്യം പറയുന്ന വാക്ക് അപ്പാടെ വാസ്തവീകരിച്ച് അത് വിഴുങ്ങുകയും ചെയ്താൽ, അയാൾ പറയുന്നത് ശരിയാണെന്ന് പറഞ്ഞാൽ, തീർച്ചയായും ഫഖദ് കദബ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇറക്കപ്പെട്ട വിശുദ്ധമായ ഖുർആൻ കൊണ്ട് അവൻ കളവാക്കിയവനാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഭയങ്കര വിഷയമാണ്, ഗൗരവമുള്ള വിഷയമാണ്. വലിയ വലിയ പണക്കാരായ ആളുകളാണ് ഇതിലേറ്റവും മുൻപന്തിയിൽ. ഞാൻ ഒന്നുകൂടി പറയുന്നു, പണച്ചാക്കുകളാണ് ഈ വിഷയത്തിൽ മുൻപന്തിയിൽ. പാവങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല. അവർ സാധുക്കൾ, അവരവരുടെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ചിലർക്കുണ്ട് കഞ്ഞിമൂല എന്ന് പറഞ്ഞ ഒരു സംഭവം വിശുദ്ധ ഇസ്ലാമിലില്ല. പഠിച്ചോ മുസ്ലിമീങ്ങൾ, ഇസ്ലാമിലില്ല. അത് എന്ത് കഞ്ഞിമൂല? കഞ്ഞി വെച്ച് കുടിക്കാൻ ആണോ കഞ്ഞിമൂല? ഈ വിഷയമൊക്കെ ഞാനും പഠിച്ചിട്ടുള്ള വിഷയങ്ങളാണ്. ചിലർ മനസ്സിലാക്കി ഇത് കൊണ്ടുവന്ന് നമ്മൾ ഓരോരുത്തരും കൊണ്ടുവന്നിട്ട് അവിടെ കഞ്ഞിമൂല, ഇവിടെ കഞ്ഞിമൂലയുണ്ട്, ആ പ്രശ്നമുണ്ട്, ഇവിടെ ഇന്നത് പറ്റൂല, ബാത്റൂം പറ്റൂല. കഞ്ഞിമൂല ബാത്റൂം പണിതാൽ വീട്ടുകാർക്ക് ബുദ്ധിമുട്ടാണ്, ദോഷമാണ്. ഇസ്ലാം മതത്തിൽ അതൊന്നുമില്ല. അതാദ്യം മനസ്സിലാക്കി. അങ്ങനെയെങ്കിൽ തഴവ ഉസ്താദൊക്കെ എന്നേ ഖറാബായി പോയാനെ. ബാത്റൂം ഇരുന്നത് കഞ്ഞിമൂലയിലാണ്. അള്ളാഹു നമ്മളൊക്കെ മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. തഴവ ഉസ്താദിനെ പോയി കണ്ടിട്ടുള്ളവർക്കറിയാം ബാത്റൂം വരുന്നത് കഞ്ഞിമൂലയിലാണ്. എന്താ ഇവരൊന്നും കിതാബ് ഓതി പഠിക്കാത്തവരാണ്. ഇവർ കാണാത്ത ഏത് കിതാബാണ് നമ്മൾ കണ്ടത്? ഈ അടുത്ത് ചുള്ളിമാനൂർ അബ്ദുസ്സലാം മുസ്ലിയാർ പറയുന്ന ഒരു വീഡിയോ ഒരു സഹോദരനെ കാണിച്ചു. പഴയകാല പ്രാസംഗികനാണ് അദ്ദേഹം. ഒരിക്കൽ ബഹുമാനപ്പെട്ട തഴവ ഉസ്താദിനെ കാണാൻ വന്നപ്പോൾ അദ്ദേഹം കുത്തുബ് ഖാനെ കാണിച്ചു കൊടുത്തു. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ, കോടികൾ വിലമതിക്കുന്ന ഗ്രന്ഥങ്ങൾ ഇന്നുമുണ്ട്. ധാരാളം കിതാബുകൾ അവിടെ കാണാം. ഓരോ ഗ്രന്ഥം എടുത്തു നോക്കിയാലും, ഫത്ഹുൽ മീൻ എന്ന് പറയുന്ന കർമ്മശാസ്ത്ര ഗ്രന്ഥം എടുത്തു നോക്കിയാൽ അതിൽ എല്ലാ ഇമാമിങ്ങൾ ലക്ഷക്കണക്കിന് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഇബാറത്തുകളും അദ്ദേഹം അവിടെ കുറിച്ച് വെച്ചിട്ടുണ്ടാവും. എഴുതി ഓരോ വരികൾക്കിടയിലും. അതിനകത്തിന് ഒരു പേജ് ലൈന് എഴുതാൻ. ഇതേപോലെ അടുത്ത ഗ്രന്ഥം, വേറൊരു ഗ്രന്ഥം എടുക്കുമ്പോൾ അതിനകത്തും ഇതേപോലെ എന്ന് പറഞ്ഞാൽ നോക്കാത്ത ഗ്രന്ഥമില്ല. തഴവ ഉസ്താദ് തന്നെ പറയുന്നു, ഈ ഇരിക്കുന്ന മുഴുവൻ ഗ്രന്ഥവും ഞാൻ നോക്കിയിട്ടുണ്ട്, ഈ ഒരു ഗ്രന്ഥവും എനിക്കെതിരിൽ ഹിസാബ് പറയുകയില്ല. ലക്ഷക്കണക്കിന് രൂപയുടെ ഗ്രന്ഥങ്ങൾ റൂമിൽ മുഴുവൻ കെട്ടിവെച്ചിരിക്കാൻ. നമുക്ക് ഡെയിലി വരുന്ന പത്രം പോലും വായിക്കാൻ ഇവിടെ സമയമില്ലാതെ ഓടുന്ന കാലഘട്ടമാണ്. അന്നന്ന് വരുന്ന പത്രം പോലും നമ്മൾ വായിക്കലില്ല. ഫുള്ള് അതിൻ്റെ ഫ്രണ്ട് പേജ് വായിക്കും, സ്പോർട്സ് പേജും വായിക്കും, എന്തെങ്കിലും ക്രൈം ഉണ്ടെങ്കിൽ അതും വായിക്കും, കഴിഞ്ഞ്. ഇതല്ലേ നമ്മുടെ അവസ്ഥ. ഇത്രയും വലിയ കിതാബുകളൊക്കെ ഓതിപ്പടിച്ചതാകുന്ന മഹാന്മാരാകുന്ന മഹത്തുക്കൾ, റയീസുൽ മുഹഖഖീനാകുന്ന കണ്ണിയത്ത് ഉസ്താദ്, ബഹുന്നരാകുന്ന റയീസുൽ ഉലമാ ശിഹാബുദ്ദീൻ ഉസ്താദ്, ഇവരൊക്കെ ഇവിടെ ജീവിച്ചു കഴിഞ്ഞു പോയി. നമ്മുടെ കൗമിൽപ്പെട്ട കുറേ പേര് ഇങ്ങനെയുള്ള പരിപാടികളായിട്ടിരിക്കുക. മൂല്യന്മാർക്കറിയാത്ത പണിയാണിത്, എന്നാൽ പിന്നെ നമുക്ക് ഇന്ന ആളെ കൊണ്ടുവരാം. ഇവിടെ മൂല്യന്മാർ ഇതിന് നിൽക്കാത്ത എന്താണെന്നറിയോ? ഇത് എതിർത്തതാണ് വിശുദ്ധ ഇസ്ലാമിലെ ചുണക്കുട്ടികൾ, ആലിമീങ്ങൾ ഇതിനെ ശക്തമായി എതിർത്തിട്ടുണ്ട്. അതിനൊന്നും യാതൊരു അടിസ്ഥാനമില്ല. മറ്റു മതസ്ഥരുടേതാകുന്ന ആചാരങ്ങൾ നിൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാതെ, ഓരോരുത്തർക്കും അവരവരുടെ ആചാരം. ഹൈന്ദവ മതത്തിലുള്ളവർക്ക് അവർക്ക് കഞ്ഞിമൂലം ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ ആചാരം, അതുമായി പോകാം. മുസ്ലിമിന് അതുമായി യാതൊന്നും കൂട്ടിക്കലർത്താൻ പാടില്ല. നമുക്കതില്ല, അത് മനസ്സിലാക്കി. നമ്മളത് ഭയങ്കര ശാട്ടിയാണ്. ചില ആളുകൾ അത് ഭയങ്കരമായിട്ട് വസ്വാസം ഉണ്ടാക്കാൻ. ഇസ്ലാമിൽ യാതൊരു അടിസ്ഥാനവുമില്ല, തീർത്തു പറയാൻ. ഉണ്ടെങ്കിൽ കൊണ്ടുവരട്ടെ. ഇസ്ലാമിൽ യാതൊരു അടിസ്ഥാനവുമില്ല അതിൽ. ആണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ കുറേ വ്യാജമാകുന്ന പരിപാടികൾ നമ്മുടെ സമൂഹത്തിൽ കൊണ്ടുവരുന്നുണ്ട്. ഇതിനൊക്കെ അറിയാൻ പറ്റുന്ന ആളാണ്. ഇന്ന ഗുരുക്കൾ ഭയങ്കരമാണ് അയാൾ, സ്വാമി, അയാളെ കൊണ്ടുവരിക. അയാൾ പറയുന്നത് വിശ്വസിച്ച് പണി ചെയ്താൽ
നീ ഖുർആൻ കൊണ്ട് വിശ്വസിച്ചവനാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഉണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുപോവാ. ഖുർആനും ഹദീസിൽ എവിടെയാണ് ഒരു കന്നിമൂല എന്ന് പറഞ്ഞൊരു സംഭവം പറഞ്ഞു കൊണ്ടുവരിൻ, നമുക്ക് ഇരിക്കാം. നമ്മളെങ്ങും പോകുന്നില്ലല്ലോ, 8 കൊല്ലമായിട്ട് ഇവിടെ തന്നെ ഉണ്ട്, ഇനിയും ഇവിടെ തന്നെ ഉണ്ടോ? വരിൻ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ആവശ്യമില്ലാത്ത മാറോലകൾ വിശുദ്ധമായ ഇസ്ലാമിൻ്റെ പേരിൽ കെട്ടിവെക്കരുത്. മോശപ്പെട്ട ആചാര അനുഷ്ഠാനങ്ങൾ പഠിപ്പിക്കുന്ന അത്തരത്തിലുള്ള വ്യാജന്മാരുടെ പിറകെ നിങ്ങൾ പോകരുത്. അതേത് വ്യാജമൂല്യാക്കന്മാരാണെങ്കിലും അവരെ ശ്രദ്ധിക്കണേ. അത് അവരവരുടെ അന്നം കഴിക്കുന്ന ചില പരിപാടിക്ക് വേണ്ടി ചിലർ നിൽക്കും. എല്ലാത്തിലും ഉണ്ടല്ലോ വ്യാജന്മാർ. മറ്റു മതസ്ഥരുടേതാകുന്ന ഇത്തരത്തിലുള്ള പണികൾ പഠിച്ചെടുത്തിട്ട് അതിന് ഭയങ്കര സംഭവം, എന്നിട്ട് ആയത്തെക്കുറിച്ചൊക്കെ ഓതി ഊന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്കും എന്തോ ഇതൊക്കെ ഇതിനകത്തുള്ളതാണ്. വെറുതെ തട്ടിപ്പ്. വീടിന് ശിലാസ്ഥാപനം നിർവഹിക്കുന്നു, അതൊക്കെ ഉണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിക്ക് കല്ലിട്ടിട്ടുണ്ട്. അങ്ങനെ നബി തങ്ങൾ ഇട്ട പള്ളിക്ക് കല്ലിട്ട പള്ളിയാണ് മസ്ജിദ് ഖുബാ. നിങ്ങളവിടെ ചെല്ലുമ്പോൾ കാണാം, മദീനയിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കാണാം മസ്ജിദ് ഖുബാ പള്ളി നബി തങ്ങൾ കല്ലിട്ടതാണ്. അപ്പോൾ കല്ലിടലൊക്കെ അസിലുണ്ട്, അതിനൊന്നും യാതൊരു വിഷയമില്ല. അതല്ല ഈ പറയുന്നത്. ആ കല്ല് ഇന്ന മൂലയിൽ തന്നെ ഇടണം, അവിടെ ഇട്ടില്ല അത് വിഷയമാണ്, അങ്ങനെയൊന്നുമില്ല. അതൊക്കെ വ്യാജമായി പടുത്തുണ്ടാക്കിയതാണ്. അതിനൊന്നും ഇസ്ലാമിൽ അടിസ്ഥാനമില്ല. മനസ്സിലാക്കി. നമ്മളൊരു സദസ്സിൽ വന്നിട്ട് പോകുമ്പോൾ ഇൽമ കിട്ടണം, അതിനാണിത് പറയുന്നത്. ശ്രദ്ധിക്കൻ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതൊക്കെ വ്യാജമാണ്, പടച്ചുണ്ടാക്കപ്പെട്ടതാണ്. അതിനൊന്നും ഒരു അടിസ്ഥാനവും ദീനിൽ ഇല്ല. ശരിക്കും മനസ്സിലായിക്കോ. വകവെച്ച ഒരു പണ്ഡിതന്മാരും ഇല്ല. എത്രയോ ആലിമീങ്ങൾ ഇവിടെ ഉണ്ട്, മഹത്തുക്കളുണ്ട്, സൂഫിയാക്കളുണ്ട്. അവരാരും അതിലൊന്നും യാതൊരുവിധ ഗുണവും പറഞ്ഞിട്ടില്ല. നമ്മുടെ മതത്തിലാണ് പറയുന്നത് കേട്ടോ. മറ്റൊരു മതത്തിൻ്റെ ആചാരത്തിൽ നമ്മൾ കുറ്റം പറയുന്നുമില്ല. അവർക്ക് അവരുടെ ആചാരാനുഷ്ഠാനവുമായി മുന്നോട്ട് പോകാം. വലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹി ഫയസുബ്ബുല്ലാഹ അദുവ്വൻ ബിഗൈരി ഇൽമ്. ലോകത്ത് ഒരു മതത്തിൻ്റെ ആദർശത്തെയും ആശയത്തെയും നമ്മൾ ചോദ്യം ചെയ്യാനില്ല, പാടില്ല എന്ന് ഖുർആൻ. അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ മതത്തെ അവരും ചോദ്യം ചെയ്യും, അവർ ചീത്ത വിളിച്ചുകൊണ്ട് നടക്കുമെന്ന് വിശുദ്ധമായ ഖുർആൻ. നമുക്ക് നമ്മുടെ ആചാരം, ലക്കും ദീനുക്കും വലിയ ദീൻ. നിങ്ങൾക്ക് നിങ്ങളുടെ മതം, നമുക്ക് നമ്മുടെ മതം. അതാണ് ഇസ്ലാമിൻ്റെ പോളിസി. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹുവേ, ഞങ്ങളെ നീ സാലിഹീങ്ങൾ ചേർക്കണേ അല്ലാ, സാലിഹീങ്ങൾ ചേർക്കണേ അല്ലാ. ചുരുക്കത്തിൽ ലോകത്തേക്ക് ആദ്യമായി പടയ്ക്കപ്പെട്ട അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട ഗേഹം അത് പരിശുദ്ധമായ കാബയാണ്. ആ കാബയിലേക്ക് തിരിഞ്ഞാണ് ലോകം മുഴുവൻ നിസ്കരിക്കുന്നത്. ഖുർആൻ ഓതുമ്പോൾ എപ്പോഴും കാല് കാബയിലേക്ക് നീട്ടിയിരിക്കാൻ പാടില്ല. സ്ത്രീകൾ ശ്രദ്ധിക്കൻ. ഉമ്മമാരാണത് പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നത്. കാബയിലേക്ക് കാല് നീട്ടിയിരിക്കാറുണ്ട്. ഗുരുതരമായ വീഴ്ചയാണ്, പാടില്ല, ശ്രദ്ധിക്കണം. അങ്ങനെ കാല് നീട്ടണം. വേദനയാണെങ്കിൽ വേറൊരു ഭാഗത്തേക്ക് ഇരിക്കും, തെക്ക് വടക്കോട്ട് മാറി അങ്ങനെ ഇരിക്കൽ. നീട്ടൽ പാടില്ല. ഉറങ്ങുന്ന സമയത്ത് നമ്മൾ കിടക്കുമ്പോൾ ആദ്യം കിടക്കേണ്ടത് എങ്ങോട്ട് തിരിഞ്ഞിട്ടാണ്? കിബിലയ്ക്ക് അഭിമുഖമായിട്ടാണ്. ശ്രദ്ധിക്കണേ. വടക്ക് തല വെച്ച് തെക്കോട്ട് കാല് വെച്ച് കിബിലയ്ക്ക് അഭിമുഖമായി വലത്തോട്ട്. ഇപ്പോൾ അവിടെയാണ്, അതാണ് കിബിലയെങ്കിൽ അങ്ങോട്ടേക്ക് ചെരിഞ്ഞ് വലത് കൈയുടേതാകുന്ന ഉൾഭാഗം നമ്മളെ കവിളിലേക്ക് ചേർത്ത് ഇങ്ങനെയാണ് കിടക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണ് കിടന്നിരുന്നത്. ആദ്യം അങ്ങനെ കിടക്കണം. ചിലർക്കൊന്നും വലത്തെ കൈ ഇങ്ങനെ കവിളിലോട്ട് വെച്ച് കിടക്കാൻ പറ്റൂല. കാരണം കൊളസ്ട്രോൾ, തടി കൂടിയിട്ട് കൈ ഇങ്ങനെ വരുന്നുള്ളൂ. കടന്നു നോക്കും വൈകിട്ട് പോയിട്ട്, അപ്പോൾ അറിയാം അവസ്ഥ. ഞാൻ അങ്ങനെ പറ്റിയില്ലെങ്കിലും വലതുവശം ചെരിഞ്ഞ് തലകണ് വെച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് കിടക്കുക. അങ്ങനെ കടന്നതിന് ശേഷമാണ് പിന്നെ നേരെ മലർന്ന് കിടക്കേണ്ടത്. കമിഴ്ന്ന് കിടക്കാനേ പാടില്ല. അതൊക്കെയാണ് പഠിക്കേണ്ടത്. കമിഴ്ന്ന് കിടക്കൽ മുസ്ലിമീങ്ങളുടെ ചര്യയല്ല. ഒരാൾ ഉറക്കത്തിൽ അറിയാതെ കമിഴ്ന്നു പോയി, അതല്ല വിഷയം. മനഃപൂർവ്വം ആദ്യം തന്നെ ചെന്നിട്ട് കമിഴ്ന്ന് കിടക്കുക, അത് നല്ല ശീലത്തിൽപ്പെട്ടതല്ല. വലതുവശം അല്ലെങ്കിൽ നേരെ മലർന്ന് കിടക്കുക. കണ്ടോ, കിബിലയ്ക്ക് അഭിമുഖമായി കിടക്കാൻ പറഞ്ഞു. ആ സമയത്ത് ആദ്യം തന്നെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾ എങ്ങനെ കിടത്തണം? കിബിലയിലേക്ക് ചെരിച്ച് കിടത്തണം. ശരിക്കും ശ്രദ്ധിക്കണേ. ഖബർ പൊളിക്കൽ നിർബന്ധമായ മസല ഫത്ഹുൽ മുഈനിൽ കാണാം. യജിബു നബുഷുൽ ഖബർ എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്. ഖബറിൽ കടക്കുന്ന വ്യക്തിയെ കിബിലയ്ക്ക് തെറ്റിയിട്ടാണ് കടത്തിയത് എങ്കിൽ അദ്ദേഹത്തിൻ്റെ ഖബർ പൊളിച്ചിട്ട് വീണ്ടും അദ്ദേഹത്തെ കിബില കൊള്ളെ കടത്തണം. മനസ്സിലാകുന്നുണ്ടോ? കിബിലയുടെ പ്രാധാന്യം പറയുന്നത് അത്രമേൽ പ്രാധാന്യമാണ്.
ഒരാൾ മരിച്ചിട്ട് അയാളെ ഖബറടക്കിയപ്പോൾ എങ്ങനെ കടത്തി? ചെരിച്ച് കടത്തി, അല്ലെങ്കിൽ നേരെ കടത്തി ഞാൻ ഖബറടക്കി. അടക്കി കഴിഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു, അതെ കിബിലയ്ക്ക് തിരിച്ചല്ല കടത്തിയിരിക്കുന്നത് കേട്ടോ. സുബ്ഹാനല്ലാഹ്. എങ്കിൽ ഖബർ പൊളിക്കണം. ഖബർ വേഗം തന്നെ വന്ന് മാന്തിയിട്ട് അയാളെ തിരിച്ച് കടത്തണം. അല്ലാതെ ഖബർ പൊളിക്കാൻ പാടില്ല. ഖബർ പൊളിക്കേണ്ട മസലയെ പറഞ്ഞത്. അതുപോലെ ഒരാൾ വന്നിട്ട് പറയാം, എൻ്റെ വിലപ്പെട്ട ഒരു സ്വർണത്തിൻ്റെ ഒരു മോതിരം അതിൽ പോയി, അല്ലെങ്കിൽ നല്ല വിലപ്പെട്ട ഒരു സംഭവം അതിൽ പോയിട്ടുണ്ട്, എനിക്കത് കിട്ടണം. അയാൾ വാശി പിടിക്കാൻ. എങ്കിൽ ഖബർ പൊളിക്കൽ നിർബന്ധം. ഖബർ പൊളിക്കൽ നിർബന്ധമായ മസല പറയുന്നുണ്ട് ഫത്വയിൽ മൊയ്നിൽ. അതിൽ കാണാം, ഇങ്ങനെയുള്ള സംഗതികൾക്കേ ഖബർ പൊളിക്കാവുള്ളൂ. അതിൽപ്പെട്ടതാണ് കിബിലയ്ക്ക് തെറ്റി വന്നു എന്ന് കണ്ടാൽ ഖബർ പൊളിക്കാം. ശരിക്കും ശ്രദ്ധിക്കണേ, മസലയാണ് ഈ പറയുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം കിബില പറഞ്ഞു, കഅബ കൊള്ളേ തിരിയണം. എന്തുകൊണ്ട്? അത് ചെറിയ കാര്യമല്ല, ബറക്കത്തുള്ള ഗേഹമാണ് കഅബ. അതുകൊണ്ടാണ് അങ്ങോട്ട് തിരിയാൻ പറഞ്ഞത്. ഈ ബറക്കത്ത് കിട്ടാനാണ് നമ്മളീ നടക്കുന്നത്, നമ്മൾ സുന്നികളീ ഓടുന്നതൊക്കെ ഈ ബറക്കത്ത് കിട്ടാനാണ്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. മനസ്സിലായില്ലേ? ചിലർ മനസ്സിലാക്കിയുള്ള റമദാൻ 27-ന് പൊതി കിട്ടും, അതാണ് ബറക്കത്ത്. കഴിഞ്ഞ് പിന്നെ അങ്ങോട്ടില്ല. നമ്മുടെ പള്ളിയിലൊക്കെ അങ്ങനെയാണല്ലോ, കരുനാഗപ്പള്ളി പള്ളിയിലൊക്കെ തറാവീഹ് നിസ്കരിച്ച് കഴിഞ്ഞാൽ ഉടനെ, വിത്രും കഴിഞ്ഞാൽ ഉടനെ പൊതി കൊടുക്കാൻ പെട്ടെന്ന് നിർബന്ധിക്കും. അതേ പൊതിയുണ്ട്, വേഗം കൊടുത്തോട്ടെ. കാരണം ഈ കൊടുക്കുന്ന വ്യക്തികൾക്കും വാങ്ങുന്ന കുറച്ച് ആളുകൾക്കും എത്രയും വേഗം പോകണം. കൊടുത്തോളാൻ പറയും. കഴിഞ്ഞ 7 കൊല്ലമായിട്ട് അങ്ങനെ കൊടുക്കുന്നത്, വേഗം കൊടുത്തോളാൻ പറയും. പൊതി ആഗ്രഹിച്ച് വരുന്നവർക്ക് പൊതി കൊണ്ടുപോയിക്കോട്ടെ. പക്ഷെ ആ പൊതിക്കകത്തല്ല എന്ത്? ലൈലത്തുൽ ഖദർ. പൊതിക്കകത്ത് അറബി ലൈലത്തുൽ ഖദർ എന്ന് എഴുതി വെച്ചാലും അതല്ല ലൈലത്തുൽ ഖദർ. ചിലർ അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതോടുകൂടി ചിലർ പോവും. വേറെ കുറേ ആളുകൾ, മഹല്ലത്തിലും അല്ലാത്തതായ ആളുകൾ പിന്നെ വന്നുകൂടി സുബൈ വരെ പള്ളി സജീവമായിട്ടിരിക്കും. അവർക്കാണ് ലൈലത്തുൽ ഖദർ കിട്ടുന്നത്. മറ്റേത് പൊതി കിട്ടി, റാഹത്ത്. ഇതാണ് നമ്മുടെ സുന്നികളിൽപ്പെട്ട പല ആളുകളും ബറക്കത്താന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്. എനിക്ക് ബറക്കത്ത് കിട്ടിയില്ല എന്ന് പറയുന്നത് ഏതാ? എനിക്ക് പൊതി കിട്ടിയില്ല എന്നാണ് പറയുന്നത്. അതല്ല ബറക്കത്ത്. അങ്ങനെ ആയിപ്പോയി ഇന്നത്തെ തലമുറ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ആ ഒരവസ്ഥയിലേക്ക് പോകാൻ പാടില്ല. അങ്ങനെ ഖുർആനിൽ ബറക്കത്തിനെ കുറിച്ച് പറഞ്ഞത് ധാരാളം ഭാഗങ്ങളിലുണ്ട്. അള്ളാഹു അവനെക്കുറിച്ചും അവൻ്റെ നാമങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. തബാറക സ്മു റബ്ബിക ദിൽ ജലാലി വൽ ഇക്റാം. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് 99 നാമങ്ങളുണ്ടത്രേ. ആ 99 നാമങ്ങൾ മുഴുവനും ബറക്കത്തുള്ള നാമമാണ്. തബാറക സ്മു റബ്ബിക ദിൽ ജലാലി വൽ ഇക്റാം. നിന്റെ റബ്ബിന്റെ സർവനാമങ്ങളും ബറക്കത്തുള്ള നാമമാണെന്ന് വിശുദ്ധമായ ഖുർആൻ. അള്ളാഹു ബറക്കത്തുടയവനാണ്. അവൻ്റെ നാമങ്ങൾ ബറക്കത്തുള്ള നാമങ്ങളാണ്. പരിശുദ്ധമാക്കപ്പെട്ടതായ കഅബാലയം അത് ബറക്കത്തുള്ളതായ ഗേഹമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് നിയോഗിച്ചിട്ടുള്ളതായ സർവ അംബിയാക്കളും ബറക്കത്താണ്. ഖാല ഇന്നി അബ്ദുല്ലാഹ് ആതാനിയൽ കിതാബ വജഅലനി നബിയ്യ വജഅലനി മുബാറകാ ഐനമാ കുന്തു. ബഹുമാനപ്പെട്ടതാകുന്ന ഈസാ നബി അലൈഹിസ്സലാം പോലും പറഞ്ഞില്ലയോ, ഞാൻ ബറക്കത്തുള്ള വ്യക്തിയാണ്. വജഅലനി മുബാറകാ ഐനമാ കുന്തു. ഞാൻ എവിടെ പോയാലും, എന്തിൽ പിടിച്ചാലും, എവിടേക്ക് നടന്നാലും അതിലെല്ലാം ബറക്കത്താണ്. തീർന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി മുഖേന നമുക്ക് കൈമാറി തന്നതായ പരിശുദ്ധമായ ഖുർആൻ ബറക്കത്തിന്റെ ഗ്രന്ഥമാണ്. വഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറകുൻ ഫത്തബിഊ വത്തഖൂ ലഅല്ലകും തുർഹമൂൻ. ഇത് പരിശുദ്ധമായ ഗ്രന്ഥമാണ്. മുബാറക്കുൻ ബറക്കത്തുള്ള ഗ്രന്ഥമാണ്. ഫത്തബിഊ, ആ ഖുർആനിനെ നിങ്ങൾ പിൻപറ്റണേ. ഖുർആൻ അനുസരിച്ചുള്ള ജീവിതം ഇന്നത്തെ തലമുറ കൈക്കൊള്ളുന്നില്ല. മോശപ്പെട്ട സിനിമകൾ കണ്ടുകൊണ്ട് നടക്കുകയാണ്. ഇന്നതാ 40-50 വയസ്സുള്ളതാകുന്ന ഉമ്മമാര്
പണ്ട് കോളേജിൽ പഠിച്ചതാകുന്ന കൂട്ടുകാരികളുമായി റീയൂണിയൻ നടത്തുന്നതായ കാലയളവല്ലയോ? പഴയ ക്ലാസ്മേറ്റുകളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഒരു പരിപാടി സംഘടിപ്പിക്കുന്ന തിരക്കിലല്ലയോ? ഇന്ന് നടക്കുന്ന ഏറ്റവും വലിയ അശ്ലീലതയാണത്. ഞാൻ അങ്ങനെ തന്നെ തീർത്തു പറയുകയാണ്. എന്താ കാരണം? 40 വയസ്സുള്ള ഉമ്മ നല്ല ജീവിതം നയിച്ചു പോവാണ്, ഒരു കുഴപ്പമില്ല, കുടുംബത്തിൽ വളരെ റാഹത്തായ ജീവിതം നയിച്ചു പോകുന്നു, ഭർത്താവുണ്ട്, മക്കളും ഒന്നിച്ചുള്ള ജീവിതം, വളരെ സന്തോഷകരമാകുന്ന ചെറിയ കുടുംബജീവിതം, സന്തുഷ്ട ജീവിതം. അത് നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു മിസ് കോൾ വന്ന് വീഴുകയാണ്. ആ മിസ് കോൾ നോക്കി പരിശോധിച്ച് നോക്കിയപ്പോൾ മറ്റാരുമല്ല, പണ്ട് കോളേജിൽ പഠിച്ച കൂട്ടുകാരനാണ്, BA കൂടെ പഠിച്ചവനാണ്. അവനുമായിട്ട് പിന്നെ സനൽകുമാറുമായിട്ട് ബന്ധമായി, അവനുമായിട്ട് കണക്ഷനായി. അവൻ പറയും നമുക്കൊരു കൂട്ടായ്മ കൂട്ടണ്ടേ, അങ്ങനെ കൂട്ടുകയാണ്, റീയൂണിയൻ. പണ്ട് പഠിച്ച കോളേജിൽ പഠിച്ചതാകുന്ന കുട്ടികളെല്ലാം കൂടി 10ാം ക്ലാസ്സിലും +1-നും +2-നും BA-ക്കും MCOM-നും ഒക്കെ പഠിച്ച മക്കളെയൊക്കെ കൂട്ടിയിട്ട് ഒരു ഗ്യാങ് കൊണ്ടുവരികയാണ്, ഒരു ക്ലാസ്മേറ്റിൻ്റെ കൂട്ടായ്മ. അതിലൂടെ ഉണ്ടാകുന്ന നാശം എന്താ? അതിനകത്ത് പലരും വിവാഹം കഴിക്കാത്തവരുണ്ടാകും, വിവാഹം കഴിഞ്ഞതാകുന്ന തള്ളമാരുണ്ടാകും, 40 വയസ്സുള്ള ഉമ്മമാർ, 4ഉം 5ഉം പ്രസവിച്ച പെണ്ണ്, ഭർത്താവ് ഗൾഫിലാണ്, വലിയ സംസാരമൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക് ഫോൺ വിളിക്കുന്നുള്ളൂ. അതിന് പകരം ഫോൺ വിളിക്കാൻ അവിടെ കൂട്ടുകാരനെ കിട്ടാൻ അവൻ ശരിക്കും മുതലാക്കുകയാണ് ഈ പെണ്ണിനെ. പിന്നെ അവനായിട്ട് കണക്ഷനായി. ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ പാതകം, ഏറ്റവും വലിയ തെറ്റാണിത്. ഇത് പറയാതിരിക്കുന്നത് എങ്ങനെയാണ്? പെണ്ണുങ്ങൾക്ക് പിന്നെ നല്ല റാഹത്ത്, കലബില നല്ല വർത്താനം പറയാൻ ആളെ കിട്ടി, സുഖം പരിപാടി. അല്ലാഹുവേ ഞങ്ങളതേ കാക്കണേ അല്ലാ. ഈ രീതിയിൽ സ്വന്തം ഭർത്താവിനെ പോലും പറ്റിക്കുന്നതായ സഹോദരിമാർ ഇന്ന് ഈ സമൂഹത്തിൽ കൂടി വരുകയല്ലയോ? ഭാര്യയുടെ സൗന്ദര്യം ചുക്കിച്ചുളഞ്ഞ് നിലകൊള്ളുമ്പോൾ 4ഉം 5ഉം പ്രസവിച്ചതാകുന്ന പ്രിയപ്പെട്ടതാകുന്ന സ്വന്തം ഭാര്യയെ അകറ്റിക്കൊണ്ട് മറ്റുള്ളതാകുന്ന പരസ്ത്രീകളുമായി ബന്ധം പുലർത്താൻ ഇത്തരത്തിലുള്ളതാകുന്ന യോഗങ്ങൾ കൂടി വരുകയല്ലയോ? അതെല്ലാം ആ രീതിയിലേക്ക് മാറ്റപ്പെട്ടു പോയില്ലയോ? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്നൽ അബ്ദ ലയുഹരിമു റിസ്ഖ ബിദംബില്ലദി യുസീബുഹു. ഒരു അടിമയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ബറക്കത്ത് തടയപ്പെടുന്നത്, അവന്റെ വിഭവങ്ങൾ ഇല്ലാതാക്കപ്പെടുന്നത്, അവന്റെ സമ്പത്ത് കുറവ് വരുത്തുന്നത്, അവനുള്ള സന്താനങ്ങളിൽ കുറവ് വരുന്നത്, അവനുള്ളാകുന്ന ഭാര്യയുടെ ഭർത്താവ് മൊത്തത്തിലുള്ള ജീവിതത്തിൽ സന്തോഷം കിട്ടാതായി പോകുന്നത് ബിദംബില്ലദി യുസീബുഹു. നിന്റെ ജീവിതത്തിലുള്ള ഇത്തരത്തിലുള്ള തെറ്റുകളാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. നീ ചെറുതായിട്ടായിരിക്കും കാണുന്നത്, പക്ഷേ ഒരു പെണ്ണ് നിൽക്കേണ്ടടുത്ത് നിൽക്കണേ, ഒരു പുരുഷൻ നിൽക്കേണ്ടടുത്ത് നിൽക്കണേ. അന്യരാകുന്ന സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ഇത്തരത്തിലുള്ള സങ്കലനങ്ങൾ വിശുദ്ധമായ ഇസ്ലാം എതിർക്കുകയാണ്. ആര് എന്ത് പറഞ്ഞാലും വിശുദ്ധ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടാണ്. ഏത് കോലത്തിലേക്കും ഏത് കാലഘട്ടത്തിലേക്ക് പോയെന്ന് പറഞ്ഞാലും 1400 വർഷം മുമ്പ് അള്ളാഹുവിന്റെ റസൂൽ കൊണ്ടുവന്നതായ ആ ഖുർആനിനോ ആ പ്രവാചകന്റെ തിരുവചനങ്ങൾക്കോ ഒരു മാറ്റത്തിരുത്തലുകളും ഇല്ല. അന്ന് പറഞ്ഞതും ഇന്ന് പറഞ്ഞതും ആശയമാണ്, ആദർശമാണ്. അത് സമൂഹത്തിൻ്റെ സമുദ്ധാരണത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്യമാണ്. ഒരടിമയ്ക്ക് ആഹാരം കുറവ് വരാൻ, സമ്പത്ത് കുറവ് വരാനുള്ള കാരണം അവൻ ചെയ്യുന്ന തെറ്റാണ് അതിൻ്റെ ഇതിവൃത്തമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊരു വ്യഭിചാരമല്ലേ? അന്യപുരുഷനുമായിട്ടുള്ളതാകുന്ന സങ്കലനം. ഭർത്താവ് ഒന്നിച്ച് മനോഹരമായ ജീവിതം നയിച്ചു, വീണ്ടും പഴയ കോലത്തിലേക്ക് റീയൂണിയൻ നടത്തിയിട്ട് പോകുന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമത്തിനെ സംബന്ധിച്ചിടത്തോളം അത് മോശമാണ്. മുസ്ലിമിൻ്റെ കാര്യം ഇവിടെ ചർച്ച കേട്ടോ, അല്ലാത്തൊരു ചർച്ചയില്ല. അത് തെറ്റാണ്, പാതകമാണ്. ആ ഒരൊറ്റ തെറ്റിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് റിസ്ക് തടയപ്പെടും. ചില ആളുകൾ നല്ല സമ്പന്നതയിലാണ്, പക്ഷെ പെട്ടെന്ന് തന്നെ അവരുടെ സമ്പത്ത് മുഴുവൻ ചോർന്നു പോകാറുണ്ട്. എന്താ കാരണം എന്നറിയോ? വ്യഭിചാരം. അള്ളാഹു നമ്മളെ കാക്കട്ടെ. വളരെ വലിയ വിഷയമാണത്. വ്യഭിചാരം എന്ന് പറഞ്ഞാൽ ഭർത്താവ് ഗൾഫിൽ അല്ലെങ്കിൽ ഭർത്താവ് നാട്ടിൽ തന്നെയുണ്ട്,
ഭാര്യ ഭർത്താവ് അറിയാതെ മറ്റുള്ളവരെ വീട്ടിനുള്ളിൽ വിളിച്ച് കയറ്റുന്നു. ചിലപ്പോൾ കണ്ടിട്ടില്ലേ, ചില ടൗണിലൊക്കെ അങ്ങാടിയിലൊക്കെ ചില ബൈക്ക് ഒറ്റപ്പെട്ടിരിപ്പുണ്ട്. കാരണം എന്താ, മതിൽ ചാടി പോയേക്കും അതിൻ്റെ ഉടമസ്ഥൻ. രാത്രി 2 മണിക്ക് കൊണ്ട് വെക്കും, സുബൈക്ക് മുമ്പ് ബൈക്ക് ഒന്ന് തിരിച്ചെടുക്കും. അങ്ങനെയുണ്ട്, ദിക്റും എല്ലാം പോകുന്നതാണ്. അള്ളാഹു നമ്മളൊക്കെ ആക്കട്ടെ. ചില സ്ഥലങ്ങളിലുണ്ട്. ഞാനിങ്ങനെ കാസർഗോഡ് മുതൽ ഇങ്ങനെ സഞ്ചരിക്കുന്നതല്ലേ, അതുകൊണ്ട് ഇതെല്ലാം നിങ്ങൾ കാണുന്നതാണ്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ചില ഗ്രാമങ്ങളിലൊക്കെ കാണാം, അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. വൈകിട്ടാകുമ്പോൾ ചില മതിൽ ചാട്ടക്കാർ, പകല് ഭാര്യ ആ കിടക്കുന്ന പത്രം ഇങ്ങോട്ട് എടുക്കുമെന്ന് പറഞ്ഞാൽ പോലും എടുക്കാൻ പറ്റാത്ത ടീമാണ്. കുനിയാൻ മേലെ എനിക്ക് കൊലസ്ട്രോളാന്ന് പറയുന്ന ടീം വൈകിട്ട് നോക്കുമ്പോൾ 2 മണിക്ക് ഹൈ ജമ്പ് മതിൽ ചാട്ടം. അതാ പരിപാടി. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഇങ്ങനെയുള്ള ആളുകളുണ്ട്, ഇഷ്ടംപോലെയുണ്ട് സമൂഹത്തിൽ. ഒക്കെ പകൽമാന്യന്മാരായിട്ട് നടക്കുക, വലിയ ആളായിട്ട് നടക്കുക സമൂഹത്തിൽ. അവരോർക്കൊന്നും ഇതൊന്നും ആർക്കും അറിയില്ല എന്നാണ്. രഹസ്യമായി നടത്തുന്ന പരിപാടികൾ ഇതൊക്കെ പരസ്യമാകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ചിന്തിച്ചോ, നാളെ മഹ്ശറയിൽ ഇതെല്ലാം വലിയ സ്ക്രീനിൽ പ്രദർശിപ്പിക്കും. ഈ ചാടുന്ന ചാട്ടം ഇന്ന് നിങ്ങൾ ഈ പറയുന്ന വാദക്കെ നിസാരവൽക്കരിക്കും. നാളെ ഈ പറയപ്പെടുന്നതാകുന്ന ഓരോന്നും നാളെ സ്ക്രീനിൽ കാണിക്കപ്പെടും. കൺമുന്നിൽ കാണാൻ പോവാൻ. ആചാര്യ രാത്രി പോകുന്നത് 4 ഉംറ ചെയ്ത ആചാര്യാണ്. കാബയുടെ കില്ല പിടിച്ച കയ്യാണ്. ആ കയ്യുമായിട്ട് വേറെ അങ്ങോട്ടോ പോവാൻ. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. പാതിരാത്രി സമയം ഓട്ടമാണ് ഹാജിയാർ, തിരക്ക്. നബിതങ്ങൾ പറഞ്ഞു, ദാരിദ്ര്യമെത്തിക്കും. ഇന്നൽ അബ്ദ ലയുഹരിമു റിസ്ഖ ബിദംബില്ലദി യുസീബുഹു. മുത്തുനബിയുടെ അധ്യായമാണ്. ശരിയല്ലേ? ഇന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കി, വ്യഭിചരിച്ചതാകുന്ന ആളുകളുടെ കുടുംബങ്ങളിലൊക്കെ ദാരിദ്ര്യമുണ്ടാകും, ഉറപ്പാണ്. യൂരിസുൽ ഫഖറ, ദാരിദ്ര്യമാണ് അവർ അനന്തരമെടുക്കുക. ഹബീബ് മുഹമ്മദ് മുസ്തഫ. കഴിക്കാൻ അന്നം ഉണ്ടാവില്ല, അന്നത്തിന് വേണ്ടിയാണ് ഈ പോകുന്നത്. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കി റെഡ് സീറ്റിലും മറ്റുമൊക്കെ പണിയെടുക്കുന്നവർ, അവർക്ക് ആ പണി തന്നെയാണ്. ഖിയാമത്ത് വരെ അത് വിട്ട് വേറൊരു പണിക്ക് പോയിട്ടില്ല. ഈ അടുത്തിടെ ഒരു സഹോദരൻ ഒരു വീഡിയോ കാണിക്കുകയുണ്ടായി. 2000 രൂപയ്ക്കൊക്കെ സ്വന്തം ശരീരം വിറ്റ് തിന്നുന്ന ആളുകൾ ഈ കൊച്ചു കേരളത്തിലുണ്ട്. നിങ്ങൾ വൈകിട്ട് കരുനാപ്പള്ളി ടൗണിലോട്ട് പോവാ, ഹുൻസകളെ കാണാം. നല്ല റാഹത്തായിട്ട് രാത്രി നിൽക്കാൻ വന്ന് അതിലേക്കൂടെ പോകണമെങ്കിൽ അജയരെ 2000 രൂപ ഉണ്ടെങ്കിൽ കറങ്ങാം, നമുക്ക് പോകാമെന്ന് പറയും. അള്ളാഹു നമ്മളൊക്കെ ആക്കട്ടെ. 2000 രൂപയ്ക്ക് സ്വന്തം ശരീരം വിൽക്കണം. ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. മുമ്പ് 20,000-നും 1,00,000-നും ഒക്കെ വിറ്റുകൊണ്ടിരുന്ന ശരീരങ്ങളാണ് മുമ്പ്. അങ്ങനെയാണ് കേട്ടിരുന്നത്. അത് മാറിയിട്ട് ഇപ്പോൾ എത്രയാണ് വില? എത്രയാണ്? 2000 രൂപയ്ക്ക് ഫുൾ നൈറ്റ്, രാത്രി മുഴുവൻ ഹയാത്താക്കാം. പോരാനാണ് പറയുന്നത്. അവരെ കൊണ്ടുപോകാനും ആളുണ്ട്. സുബൈക്ക് മുമ്പ് ഇവരുടെ കാര്യങ്ങൾ നിറപടിയാക്കാൻ ടീംസും ഉണ്ട്. അതാ രസം. കറക്റ്റ് സമയമാകുമ്പം 2 മണിയൊക്കെ ആകുമ്പോൾ ഒരു കാറും എടുത്തുകൊണ്ട് അതിലേക്കൂടെ വരും, ഇല്ലേ ബൈക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് ബഗേറിക്കോ പുറയിരുത്തിക്കൊണ്ട് കറങ്ങാൻ. അപ്പം അതിനല്ലേ ജനങ്ങൾക്ക് സമയം. ജനങ്ങൾക്കിങ്ങനെ ആർമാദിക്കണം. ഒരു റജബും വേണ്ട, ശഅബാനും വേണ്ട, റമളാനും വേണ്ട, അടിച്ചു പൊളിക്കൽ തന്നെ. പഴീക്കൽ ബീച്ചുകൾ കണ്ടില്ലേ? പുതിയ ഹോട്ടലുകൾ തുടങ്ങിയിട്ട് ആ ഹോട്ടലുകളെ കേന്ദ്രീകരിച്ച് വൈകിട്ട് നൈറ്റ് ക്ലബ്ബുകളും നിശാ ക്ലബ്ബുകളും സംഘടിപ്പിക്കാൻ, ഡിസ്കോ ബ്രേക്കർ, DJ പാട്ടുകൾ ഇട്ടിരിക്കാൻ. അടുത്തൊരു സഹോദരൻ പറഞ്ഞതാ. നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളെ കാക്കട്ടെ. പറയാൻ പേടിയാണ് സത്യത്തിൽ. കാരണം പറയുമ്പോൾ അറിയാത്ത കോമ കൂടി പോവാൻ. അതാണ് ഇപ്പോഴത്തെ കാലം. ആളുകൾ നന്നാവട്ടെ എന്ന് ഓർത്ത് പറയുമ്പോൾ, നല്ല ഉദ്ദേശത്തിൽ പറയുമ്പോൾ, അവിടെ എപ്പോൾ തുടങ്ങി ഉസ്താദേ, നമ്മൾ അറിഞ്ഞില്ലല്ലോ, നാളെ തന്നെ അങ്ങോട്ട് പോയേക്കാം, നാളത്തെ വാതിന് നമ്മളില്ല, അസ്സലാമു അലൈക്കും. ഇതാണ് കൗമ്. പറയാൻ പേടിയാണ്. ചിലപ്പോൾ ഇപ്പോൾ ഓൺലൈനിൽ ഇരിക്കുന്നവർ ഇപ്പോഴേ പോയിട്ടുണ്ടാവും. അത് തീരുന്നതിനും മുമ്പ് അവിടെ എത്തും, ഇവിടെ എവിടെയാണെന്ന് അറിയാൻ വേണ്ടി. അതാണ് നമ്മുടെ തലമുറ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. DJ പാട്ടുകളിട്ട് തുള്ളാണ്. അവിടെ തുള്ളുന്നതിന് നേതൃത്വം കൊടുക്കുന്നത് തലയിൽ തട്ടമിട്ട മുസ്ലിം താത്തമാർ. അവിടെയാണ് നമുക്ക് വിഷയം. അല്ലാതെ വല്ലവരും കൂടെ തുള്ളുന്നതിന് നമുക്ക് ഉപദേശിക്കാൻ തന്നെ അർഹതയുണ്ടോ? അപ്പം അങ്ങനെയാണല്ലോ എല്ലാവരും പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ ദീൻ പറഞ്ഞാൽ മതിയെന്നാണ്. നമ്മൾ നമ്മുടെ ദീനുള്ളവരോടാണ് പറയുന്നത്, മുസ്ലിമീങ്ങളോടായി പറയുന്നത്. നിങ്ങളങ്ങനെ പോകരുത്, ശ്രദ്ധിക്കാൻ. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അപ്പം അങ്ങനെയാണ്. ഇത് പറയുമ്പോൾ ഇതിൻ്റെ മുറിക്ലിപ്പെടുത്തിട്ട് ഒരു ഭാഗത്തിരുന്നിട്ട് പറയും, ഞങ്ങൾ ഉപദേശിക്കാൻ നിങ്ങളാര് എന്ന് ചോദിക്കുന്ന കുറേ കൗമുണ്ട്. അവരോട് പറയാനുള്ളത്, നിങ്ങളോടല്ല പറഞ്ഞത്, നിങ്ങൾ അങ്ങനെ തന്നെ പൊയ്ക്കോ, ഞങ്ങൾ മുസ്ലിമീങ്ങളോടായി പറഞ്ഞത്. മുസ്ലിമീങ്ങളിൽ പെട്ട ചില ആളുകാരുണ്ട്, നിങ്ങൾ ഞങ്ങളെ ഉപദേശിക്കേണ്ടെന്ന് പറയുന്നത്. അങ്ങനെയുള്ള കാപട്യത്തിൻ്റെ മുഖത്ത് ആളുകളോടും പറയുന്നില്ല, നല്ല സുന്നികളായ ആളുകളോടാണ് ഈ പറയുന്നത്. എൻ്റെ മുന്നിലിരിക്കുന്ന ശ്രോതാക്കളോട് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ.
അങ്ങനെയാണല്ലോ. ഇപ്പോൾ എല്ലാത്തിനും വിമർശനം ഉന്നയിക്കുന്ന ആളുകളാണ്. നന്മ ഉപദേശിക്കുന്നത് ആർക്കും ഇഷ്ടമില്ല. ഇത് നബി തങ്ങൾ പറഞ്ഞതാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാന കാലഘട്ടമാകുമ്പോൾ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നന്മ ഉപദേശിക്കുന്ന ആളുകൾ ഉണ്ടാവുകയില്ലത്രേ, തിന്മ വിരോധിക്കുന്ന ആളുകൾ ഉണ്ടാവുകയില്ല. സഹാബത്ത് ചോദിക്കുകയാണ്, അവകായിനുൻ യാ റസൂലല്ലാഹ്, അങ്ങനെയൊക്കെ ഉണ്ടാകുമോ റസൂലേ? അങ്ങനെ ഒരു കാലഘട്ടം വരുമോ ഹബീബേ? ആദരവായ പ്രവാചകനെ പറയുകയാണ്, തീർച്ചയായും ഉണ്ടാകും സഹാബ. വല്ലദീ നഫ്സി ബിയദിഹി വഅശദ്ദു മിൻഹു സയകൂൻ, അതിനേക്കാൾ വലുത് കാണും സഹാബ, അതിനേക്കാൾ വലുത് കാണും സഹാബ. സഹാബത്ത് ചോദിക്കുകയാണ്, വമാ അശദ്ദു മിൻഹു യാ റസൂലല്ലാഹ്, നന്മ ഉപദേശിക്കാതെ തിന്മയെ നയിക്കുന്നതായ ഒരു കാലഘട്ടത്തേക്കാൾ മോശമായ ഒരു കാലഘട്ടം ഏതാണ്? അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, നന്മ ഉപദേശിക്കുന്നവരെ തടയുന്നവരും തിന്മ ഉപദേശിക്കുന്നവരെ വാഴ്ത്തുന്ന കാലഘട്ടം കടന്നു വരും അത്രേ. അങ്ങനെ ഒരവസ്ഥയിലേക്ക് വരും. സ്വവർഗാനുരാഗികളെ ഇന്ന് ഭയങ്കര ഇഷ്ടമാണ് ആർക്ക്? മീഡിയക്കാർക്ക്. കൊണ്ടുവന്നിരുത്തിയിട്ട് നിങ്ങളുടെ ജീവചരിത്രമൊക്കെ ഒന്ന് പറഞ്ഞ് റാഹത്തായിട്ട് അവരുടെ കൈ മൈക്കൊക്കെ കൊടുത്ത് ഭയങ്കരമായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിൽ മാന്യമായി ജീവിതം നയിച്ചു പോകുന്ന ആളുകൾ അവരവരുടെ ശരീരപ്രകൃതിക്ക് ഭംഗം വരുത്തിയിട്ട് ശസ്ത്രക്രിയ ചെയ്ത് ട്രാൻസ്ജെൻഡേഴ്സ് ആക്കുന്നതിന് വേണ്ടി വലിയ പ്രലോഭനം കൊടുക്കുന്നതായ ഒരവസ്ഥ മീഡിയകൾ തന്നെ. അവരുടെ വാർത്തകൾ ഇപ്പോൾ എപ്പോഴും മുഴപ്പിച്ചിങ്ങനെ കാണിക്കുക സമൂഹത്തിൽ. വേറെ എത്രയോ വാർത്തയുണ്ട് ഇവിടെ പെട്രോളിനും ഡീസലിനും വില കൂടിക്കൊണ്ടിരിക്കുന്നു, വർധന വന്നിച്ചിരിക്കുന്നു, കാണുന്ന എല്ലാ സാധനങ്ങൾക്കും വില കൂടുന്നു. ഇതൊന്നും ഇവിടെ ചർച്ചയില്ല. ചർച്ച എന്താ? രണ്ട് പേര്, അതിലൊരുത്തൻ എന്തായി? അവൻ ഗർഭം ധരിച്ചു, അച്ഛൻ ഗർഭിണിയായി. ഇതൊക്കെ ഇപ്പോൾ സംഭവിച്ചു. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ന്യൂസുകളാണ്. അതാണ് എല്ലാവരുടെ മുന്നിൽ കാണിക്കുന്നത്. അപ്പോൾ എന്തായി? ഇവിടെ ലോകത്തുള്ള എല്ലാ അച്ഛന്മാർക്കും ഇനി മുതലൊരു താല്പര്യം പറഞ്ഞു, എന്ത്? ഗർഭിണിയാകാൻ. അതാ കളി. ന്യൂസ് ഇങ്ങനെ കൊടുത്തു ഒരു 10 കൊല്ലം കഴിയുമ്പോൾ പിന്നെ അച്ഛന്മാരെല്ലാം നല്ല റാഹത്തായിട്ട് വാതിനൊക്കെ വരുമ്പോൾ എല്ലാവരുടെയും വയറിങ്ങനെ വീർത്തിരിക്കുക. റാഹത്ത് തന്നെ. അത് ചെറിയ 2 പിള്ളേരുണ്ട് റാഹത്തായിട്ട്. പെണ്ണുങ്ങളെല്ലാവരും പുറകെ ആണുങ്ങളുടെ ജോലി നോക്കുക, ആണുങ്ങളെല്ലാം പെണ്ണുങ്ങളുടെ ജോലി നോക്കുക. ലോകം പോയിക്കൊണ്ടിരിക്കാൻ. ലോകാവസാനത്തിന് ഇതിനേക്കാൾ വലിയ അടയാളം ഇനി വല്ലതും ഉണ്ടോ? ഞാനിപ്പോൾ അതിലേക്ക് കിടക്കുന്നില്ല. ആയത്തും ഹദീസൊക്കെ പോയ സമയം പോകും. ലോകം മുഴുവനും ഇങ്ങനെ അശ്ലീലത വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെയൊക്കെ പ്രലോഭിച്ചുകൊണ്ടിരിക്കുക. ഒരു സിനിമാ നടി അങ്ങോട്ട് പോയാൽ, അവളൊരു കുഞ്ഞിനെ പ്രസവിക്കാൻ തുനിഞ്ഞാൽ, അവൾ ഗർഭിണിയായാൽ, ഭർത്താവുമായിട്ട് എന്തെങ്കിലും ഒന്ന് ഉലാത്തിയാൽ അതെല്ലാം എടുത്ത് പോസ്റ്റ് ചെയ്യുകയാണ് സോഷ്യൽ മീഡിയയിൽ. എല്ലാം കൊണ്ടുവന്നുകൊണ്ടേ ന്യൂസുകാർ. ഏതാ ഈ ന്യൂസുകാർ? ഇവരുടെയൊക്കെ പേജ് ഓരോ പാവങ്ങൾ ലൈക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ല നല്ല ന്യൂസ് കിട്ടുമെന്ന് കരുതിയ ന്യൂസ് മുഴുവൻ വിഷയദാരിദ്ര്യം ഇതാ കൊടുക്കുന്നത് മുഴുവൻ. പേർലിമാനിയുടെ കുഞ്ഞിപ്പോൾ എവിടെ ഇടുന്നത്? അതായിപ്പോൾ ചർച്ച. ആ കുഞ്ഞിനെന്താ പേര് എന്തായിട്ട്? അപ്പോൾ ഇതാ ലുലുമാളി വന്നിട്ടുണ്ട്, ദേ ഇറങ്ങാൻ പോകുന്നു. മുസാഫാത്ത് ചെയ്യണം ഇനിപ്പോയി. ഹണി റോസ് ദേ ഉദ്ഘാടനത്തിന് വന്നിട്ടുണ്ട്, ദേ പോകുന്നു, ദാ വരുന്നു, ദാ ചർച്ച. ചാനലുകളിൽ കൊടുക്കുന്ന ചർച്ചകളാണ് വിഷയദാരിദ്ര്യം. ഇതെല്ലാം സമൂഹം ഇങ്ങനെ ഡെയിലി കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇത് കാണുന്നവൻ്റെ മനസ്സിൻ്റെ അകത്തളത്തിലേക്ക് ചിന്ത വേറെ ഇട്ട് കൊടുത്തുകൊണ്ടേയിരിക്കുക. ഈ ചിത്രങ്ങളും ഈ സംഭവങ്ങളും കൂടുതലായി ദർശിക്കുമ്പോഴാണല്ലോ അതിലേക്ക് ആകർഷണത്വം ഉണ്ടാവുക. ആണ് നേരത്തെ ഖുർആൻ പറഞ്ഞതുപോലെ ഫാത്തുബഅഹു ശൈത്വാനു, പിശാചിൻ്റെ ഒരു തുടർച്ച അവൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഇട്ടുകൊടുക്കാൻ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. കാണുന്നതും കേൾക്കുന്നതും ഒക്കെ അശ്ലീലത, തൊടുന്നതും അശ്ലീലത, നമ്മുടെ ജീവിതത്തിൽ മുഴുവനും കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ശ്രദ്ധിക്കണേ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അവസാന കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഈ രീതിയിലുള്ള തെറ്റുകുറ്റങ്ങൾ വല്ലാതെ അധികരിച്ചു പോകുമേ. എന്നാൽ ഇതെല്ലാം കടന്നു വരുന്നതിന് മുമ്പ് ഈ തെറ്റുകുറ്റങ്ങളെല്ലാം അധികരിച്ചുകൊണ്ട് അങ്ങനെ പോകുമ്പോഴാണ് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു കടന്നു വരുന്നത്.
ഹബീബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ബഹുമാനപ്പെട്ടതാകുന്ന ഇമാമികൾ രേഖപ്പെടുത്തുകയാണ്. ഇബ്നു ഹദറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്, ലി മഹ്ദിയത്തിന ആയതാൻ, ബഹുമാനപ്പെട്ട ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു വരുന്നതിന് മുമ്പ് 2 വലിയ ദൃഷ്ടാന്തങ്ങളുണ്ടത്രേ. ലം യകൂന മുൻദു ഖലഖല്ലാഹു സമാവാതി വൽ അർള്. കരുനാഗപ്പള്ളിയിലുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ, പഠിച്ചു വെക്കണേ. ആകാശഭൂമികളെ സൃഷ്ടിച്ചതിന് ശേഷം ഇന്ന് വരെ ആ 2 ദൃഷ്ടാന്തങ്ങൾ വന്നിട്ടില്ലത്രേ. ആ 2 ദൃഷ്ടാന്തം വരാൻ പോവാണ്. എപ്പോഴാണ് വരുന്നത് എന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചോളി. സമയം പറയുന്നില്ല, നെറ്റിൽ നോക്കിക്കോ. ലം യകൂന മുൻദു ഖലഖല്ലാഹു സമാവാതി വൽ അർള്. ആകാശഭൂമികളെ സൃഷ്ടിച്ചതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 2 ദൃഷ്ടാന്തങ്ങളെ ഇന്ന് വരെ വന്നിട്ടില്ല, ഇന്ന് വരെ വരുത്തിച്ചിട്ടില്ല. ഏതൊക്കെയാണ് ആ 2 ദൃഷ്ടാന്തങ്ങൾ? ഒന്നാമതായി അല്ലാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, യൻകസിഫുൽ ഖമറു ഫി അവ്വലി ലൈലത്തിൻ മിൻ റമളാൻ. റമളാനിൻ്റെ ആദ്യത്തേതാകുന്ന രാത്രിയിൽ ചന്ദ്രഗ്രഹണമുണ്ടാകുമേ. ഒരു റമളാൻ കടന്നു വരും, ഇമാം മഹ്ദിക്ക് മുമ്പ് ഒരു റമളാൻ വരും. ആ റമളാനിൻ്റെ ആദ്യത്തേതാകുന്ന ദിവസത്തിൽ ചന്ദ്രഗ്രഹണമുണ്ടാകുമേ. വതൻകശിഫു ശംസു ഫിന്നസ്വി മിൻഹു. ആ റമളാനിൻ്റെ 15ൻ്റെ അന്ന് തന്നെ സൂര്യഗ്രഹണവും ഉണ്ടാകുമേ. ലം യകൂന മുൻദു ഖലഖല്ലാഹു അസ്സമാവാതി വൽ അർള്. ആകാശഭൂമികളെ സൃഷ്ടിച്ചതിന് മുതൽക്ക് ഇന്ന് വരെ ഈ 2 ദൃഷ്ടാന്തം ഉണ്ടായിട്ടേ ഇല്ല. സുബ്ഹാനല്ലാഹ്. ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു വരുന്നതിന് മുമ്പ്, അതിന് തൊട്ട് മുമ്പുള്ള റമളാനിൻ്റെ ആദ്യത്തെ ദിവസം എന്തുണ്ടാവും? നജീർ, ചന്ദ്രഗ്രഹണം ഉണ്ടാവും ആദ്യത്തെ രാത്രി. റമളാൻ 15ൻ്റെ അന്ന് എന്തുണ്ടാകും? സൂര്യഗ്രഹണം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ഉടനെ ആര് വരും? ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു വരുമെന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹദറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്താൻ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. ഉസ്താദ് ഇപ്പോൾ ഈ റമളാനാണോ എന്ന് ചിന്തിക്കുന്നവരെ ഞാനത് പറയുന്നില്ല, നെറ്റിൽ നോക്കിക്കോളൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കാരണം സൂര്യനും ചന്ദ്രനൊന്നും എൻ്റെ കയ്യിലില്ല, അതൊക്കെ അവിടെ ഇരിക്കുകയാണ്. അത് വരുന്ന സമയത്ത് നോക്കാം. നമ്മളിനി ഇത് പറഞ്ഞിട്ട് ഉസ്താദ് പറഞ്ഞത് അത് ഇല്ല ഇതായില്ല എന്ന് പറയണ്ട. ഒരു റമളാനിൽ ഇതുണ്ടാവും. അത് ഏത് റമളാനാണെന്നുള്ളത് നിങ്ങൾ തപ്പിക്കോളൂ. ഇനി സമയമാകുമ്പോൾ അറിയുമല്ലോ. എന്തായാലും അധികം പോവില്ല. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. അത്രേ ഞാൻ ക്ലൂ തരുന്ന അത്രേ ഉള്ളൂ. എന്തായാലും അധികം പോകൂല എന്ന് മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. ലോകാവസാനത്തിൻ്റെ അടയാളങ്ങളെല്ലാം വെച്ചിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഏകദേശമായി. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. എന്ന് പറഞ്ഞാൽ നാളെ ഉണ്ടാവുമോ അടുത്ത വർഷം ഉണ്ടാവുമോ ഒന്നും ഞാൻ പറയുന്നില്ല. ദൃഷ്ടാന്തമാണ് ഈ പറഞ്ഞത്. ഇതെന്തായാലും നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി ഒരു അടയാളം പറഞ്ഞാൽ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചോ, നെറ്റിലൊക്കെ ഒന്ന് പരതി നോക്കിക്കോ. റമളാനിൻ്റെ ആദ്യത്തെ ദിവസം എന്തുണ്ടാകും? ചന്ദ്രഗ്രഹണം. അതേ റമളാനിൻ്റെ തന്നെ, പിറ്റത്തെ അല്ല, അതേ റമളാനിൻ്റെ 15-ന് തന്നെ എന്തുണ്ടാവും? സൂര്യഗ്രഹണം ഉണ്ടാവും. ഇത് കഴിഞ്ഞാൽ ആര് വരും? ഇമാം മഹ്ദി വരുമെന്നാണ്. ഇമാം മഹ്ദി വരുമെന്ന് പറഞ്ഞാൽ ഇമാം മഹ്ദി ജനിച്ചു വീഴല്ല. ഞാൻ മുമ്പ് പള്ളിയിൽ നമ്മൾ അത് ഓരോ ഘട്ടമായിട്ട് ആഴ്ചകളോളം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇമാം മഹ്ദിക്ക് എത്ര വയസ്സായിരിക്കുമെന്ന്? 40 വയസ്സായിരിക്കും. അപ്പം എന്ന് പറഞ്ഞാൽ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു ജനിച്ചിട്ടുണ്ടാകുമെന്നർത്ഥം. നേരത്തെ ജനിച്ചിട്ടുണ്ട്. 40 വയസ്സായി അദ്ദേഹം ഇമാം മഹ്ദിയാണെന്ന് കാബയുടെ പരിസരത്ത് വെച്ച് പ്രഖ്യാപിക്കുന്ന സമയമാണ് ഇത്. ശരിക്കും ശ്രദ്ധിക്കണം. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഞാൻ ഈ അടുത്തൊരു സഹോദരൻ എന്നെ ഒരു പേപ്പർ കാണിച്ചു. അതിൽപ്പെട്ടതാണ് 2029 27 2027 റമളാനിലാകും ഇത് ഇങ്ങനെ ഉണ്ടാകുന്നതെന്ന് പറയുന്നുണ്ട്. സാധാ ഇത് ശരിയാണോ എന്നോട് ശ്രദ്ധിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാനിത് പരതുന്നത്. പരതുമ്പോൾ നോക്കുമ്പോൾ
2029 27 അതെനിക്കറിയില്ല. എന്തായാലും സംഭവം അങ്ങനെ ഉണ്ടാവുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് സഹീഹാണ്, ആർക്കും തള്ളാൻ പറ്റൂല. അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്തായാലും അത് അന്വേഷിക്കുക. അത് അന്വേഷണത്തിന് നിങ്ങൾക്ക് തന്നിരിക്കുകയാണ് കരുനാഗപ്പള്ളിക്കാർ. നിങ്ങൾ ഇന്ന് തന്നെ എന്ത് ചെയ്യോ, നെറ്റിൽ പരതിക്കോ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആരെങ്കിലും ശാസ്ത്രജ്ഞന്മാരാരെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ വിളിച്ചു ചോദിച്ചോളി. അങ്ങനെയാണെങ്കിൽ ഒരുങ്ങി റെഡിയാകാം. ഇപ്പോഴേ ഏകദേശം തീരുമാനമായിട്ടുണ്ടെന്ന് അർത്ഥം. ഇമാം മഹ്ദി വന്നാൽ പിന്നെ തൊട്ടുപിറകെ ആര് വരും? ദജ്ജാൽ വരും, യജൂജ് മജൂജ് വരും, ഈസാ നബി ഇറങ്ങും. അങ്ങനെയാണെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് ഏകദേശം തീരുമാനമാവും. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. അള്ളാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ. ഞാൻ സമയമൊന്നും പറയുന്നില്ല കേട്ടോ. അടുത്ത കൊല്ലമെന്നോ പിന്നത്തെ കൊല്ലമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. എന്നെ ഒരാൾ കാണിച്ചത് പറഞ്ഞതേ ഉള്ളൂ. ഏതാണ് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. റമളാൻ ഒരു റമളാനിൽ ഇതുണ്ടാവും, അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഇനി എത്ര നാൾ നമുക്ക് ആയുസ്സുണ്ടാകും ചിന്തിക്കുന്ന സഹോദരങ്ങൾ. ഈ സമയത്ത് തന്നെ അൽഹംദുലില്ലാഹ് ഇത്തരത്തിൽ വഅദിൻ്റെ സദസ്സിൽ നിങ്ങൾക്ക് വരാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ്, നിങ്ങളിൽ ഒരു നന്മ നൽകിയിട്ടുണ്ട് എന്നർത്ഥം.